കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ VP പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. പുൽപ്പള്ളി ടൗണിലാണ് പ്രതിഷേധം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നു. നേരത്തെ ആ കുട്ടികളുടെ വാക്കുകളിലുള്ളതുപോലെ വയനാട് നീറി ഇനി എത്ര നാൾ കഴിയേണ്ടി വരും എന്ന ചോദ്യം അത് പ്രസക്തമാക്കിക്കൊണ്ടാണ് ആ പ്രതിഷേധം അവിടെ അരങ്ങേറുന്നത്. ഇതുപോലെ എത്രയെത്ര പ്രതിഷേധങ്ങൾ ഇനിയും വയനാട്ടിൽ ഉണ്ടായേക്കും. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് എന്ത് ശാശ്വത നടപടി എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന സംവിധാനങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പുൽപ്പള്ളിയിൽ മരിച്ച വനം വകുപ്പ് താൽക്കാലിക വാച്ചർ പോളിന്റെ മൃതദേഹവുമായി ജനപ്രതിനിധികളും ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിക്കുകയാണ്. അവരുടെ വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുന്നു. പുൽപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വൈകിട്ടാണ് മൃതദേഹം സംസ്കരിക്കുക. പക്ഷേ വലിയ ജനരോഷം അവിടെ ഇരമ്പുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചക്കിടെ 2 മരണമാണ് വയനാട്ടിൽ സംഭവിച്ചത്. അതും കാട്ടാനയുടെ ചവിട്ടേറ്റ് 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു വയനാട്ടിൽ. ഒരാൾ വനപാലകനായിരുന്ന ആൾ എന്നതുകൂടി വളരെ പ്രധാനമാണ്. മരിച്ച 2 പേരുടെയും മക്കളുടെ പെൺകുട്ടികളുടെ പ്രതികരണമാണ് നേരത്തെ കണ്ടത്. എത്രയെത്ര കുടുംബങ്ങൾ ഇതിനു മുൻപ് അനാഥമാക്കപ്പെട്ടു, ഇനിയും എത്ര കുടുംബങ്ങൾ അവിടെ അനാഥമാക്കപ്പെടും എന്ന അവരുടെ പകപ്പ് അവരുടെ വാക്കുകളിലുണ്ട്. സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ എന്ത് നടപടി ഉണ്ടാകും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രസക്തമായ ചോദ്യം കഴിഞ്ഞ കുറേ ദിവസമായി മാതൃഭൂമി ന്യൂസ് ഉന്നയിക്കുകയാണ്. അതിനിടയിലാണ് ദാരുണമായൊരു സംഭവം കൂടി വയനാട്ടിൽ ഇന്നലെ ഉണ്ടായത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. അരുൺ, ഈ പ്രതിഷേധം, രോഷപ്രകടനം അതൊക്കെ കുറേയായി വയനാട്ടുകാർ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ എന്ത് നടപടി എന്ന വലിയ ചോദ്യവുമുണ്ട്. ഈ പോളിന്റെ മൃതദേഹവുമായി എത്തിയ ജനപ്രതിനിധികളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്താണ്? എന്ത് നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അജീഷിന്റെ മകളുടെ വാക്കുകൾ വളരെ സങ്കടത്തോടെയാണ് കേരളം കേട്ടത്. ഇനി ആർക്കും ഈ ഒരു ഗതി വരരുത്, എന്നെ പോലെ ആരും കരയരുത് എന്നായിരുന്നു ആ കുട്ടി എന്ന് പറഞ്ഞത്. പക്ഷേ ഒരാഴ്ചക്കകം തന്നെ ആ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നു. മറ്റൊരു കുട്ടിക്ക് കൂടി, പോളിന്റെ മകളുടെ വാക്കുകൾ കൂടി കേരളം ഇന്ന് കണ്ണീരോടെ കേൾക്കുകയാണ്. അതിന്റെ തുടർക്കഥയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വയനാട്ടുകാരുടെ ആശങ്കയും ഭീതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു അവസാനമില്ല, അതിനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോളിന്റെ മരണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഒരു അവസാനമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോളിന്റെ മരണം കൂടി ഉണ്ടായിരിക്കുന്നത്. പോളിന്റെ മൃതദേഹവുമായി ആദ്യം പുൽപ്പള്ളി ടൗണിലാണ് എത്തിയത്. ഈ ജനകീയ കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധം പുൽപ്പള്ളി കൂട്ടായ്മയിൽ പുൽപ്പള്ളി ടൗണിൽ ഈ പോളിന്റെ മൃതദേഹം ഇറക്കി ഇപ്പോൾ അവിടെ നിന്ന് റോഡ് ഉപരോധിക്കാനായി നാട്ടുകാരുടെ ഒരു മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അവരുടെ പ്രതികരണങ്ങൾ തന്നെ ഒരാഴ്ച മുമ്പ് പടമലയിൽ അജീഷിന്റെ മരണത്തിൽ ഇപ്പോഴും ആ മോഴയാനെ പിടിക്കാനുള്ള ദൗത്യമാണ് തുടരുന്നത്. അതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അജീഷിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അന്നും നമ്മൾ കണ്ടത്, മൃതദേഹവുമായുള്ള റോഡ് ഉപരോധം ഉൾപ്പെടെ. പിന്നാലെ തന്നെ പോളിന്റെ ഇന്നലെ നമ്മൾ ആ അവസ്ഥയിലെത്തിയപ്പോൾ തന്നെ നാട്ടുകാർ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുക, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉറപ്പാക്കുക. അത് എന്നാൽ മൃതദേഹം പോലും അത് ആ ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഏറ്റുവാങ്ങൂ എന്നൊരു നിലപാട് ഇന്നലെ നാട്ടുകാരും കുടുംബവും ഒക്കെ മുന്നോട്ട് വെച്ചു. ആ പോളിന്റെ മകൾ സോന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിയുടെ വാക്കുകൾ പോലും നമ്മൾ കേട്ടിരുന്നു. ഈ ഒരു നിലപാട് തന്നെയാണ് വാക്കുകളാണ്. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ വളരെ ബോൾഡായി ആ കുട്ടി സംസാരിക്കുകയാണ് അവിടുത്തെ യാഥാർത്ഥ്യത്തെ കുറിച്ച്. അതല്ലാതെ അതിന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലല്ലോ. ആ യാഥാർത്ഥ്യം അങ്ങനെ ശക്തിയോടെ തുറന്നു പറയൽ മാത്രം ഇത് അവസാനത്തേതാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛൻ എങ്ങനെ എൻ്റെ കുടുംബത്തെ നോക്കിയോ ഞങ്ങളെ നോക്കിയോ അതുപോലെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനുവേണ്ടിയായിരിക്കും ശ്രമിക്കുക. സഹായം എന്നത് ഔദാര്യമല്ല, അതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതല്ലേ, അവകാശമല്ലേ. പക്ഷെ അതൊക്കെ ഉണ്ടാകുമോ? ആ കുട്ടിയുടെ വാക്കുകൾ പോലും പൊള്ളിക്കുകയാണ്. ഇന്നലെ അജീഷെങ്കിൽ ഇന്ന് പോൾ, നാളെ ആര്
നാളെ നമ്മളിൽ ആരെങ്കിലും ആകാം, നമ്മളിൽ ഓരോരുത്തരും ആകാം എന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് വയനാട്ടുകാരുടെ മുന്നിലുള്ളത്. ആ ഒരു ഭീതി തന്നെയാണ് അവരുടെ രോഷത്തിന്, ആ ഒരു ആശങ്ക തന്നെയാണ് അവരുടെ ഒരു രോഷത്തിന് പിന്നിൽ എന്ന് നമുക്കറിയാം. കാലാകാലങ്ങളായി അവർ നേരിടുന്ന പ്രശ്നമാണ്. ഓരോ ദിവസവും ഓരോ രാത്രിയും അവർ മറികടക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ട് തന്നെയാണ്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ കൂടി വരുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ജനജീവിതം അത്രമേൽ ദുസ്സഹമായിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഈ വനം വകുപ്പിന്റെ വീഴ്ചയ്ക്ക് മേൽ അനാസ്ഥയ്ക്ക് മേലൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. പിന്നാലെ ആരോഗ്യ സംവിധാനം കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് പോളിന്റെ മകളുടെ വാക്കിൽ നിന്ന് നമ്മൾ കേട്ടത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് പര്യാപ്തമായ ഒരു ചികിത്സ? ആ ചോദ്യം പോളിന്റെ മരണം ഉണ്ടായപ്പോൾ ഞാനും ചോദിച്ചതാണ്. ആ ചോദ്യം, എത്ര ആളുകളാണ് വയനാട്ടിൽ കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടാതെ മരണമടയുന്നത്? ആക്സിഡന്റിൽപ്പെട്ട് എത്ര ആളുകളുടെ ശരീരവുമായാണ്, പാതി ജീവനുമായാണ് ചുരമിറങ്ങി 2, 3, 4 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിക്കേണ്ടത്? എന്തുകൊണ്ട് ഇത്ര കാലമായും വയനാട്ടിൽ മികച്ച ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് അവിടെ ഒരു ബോർഡ് വച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് എന്ന പേരിൽ? ഇത്തരം സംഭവങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ സംവിധാനത്തിലെ പാളിച്ചകളിലേക്ക് തന്നെ നമുക്ക് കാണിച്ചു തരാനുള്ള ഓരോ അവസരങ്ങൾ തന്നെയാണ്. രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ വയനാട് താമരശ്ശേരി ചുരത്തിലുണ്ടാകുന്ന ബ്ലോക്കൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഈ 3-4 മണിക്കൂർ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എപ്പോഴും വയനാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട്. പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ വയനാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനാണ് നമ്മൾ കൂടുതൽ സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നൊക്കെ കാണിക്കാനായിരിക്കണം ഒരുപക്ഷെ ഇന്നലെ എയർ ആംബുലൻസിൽ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് ഇത്തരം ദുരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടി പ്രതിഷേധം തുടരുന്നു. അരുണിലേക്ക് തിരികെ എത്താം.